ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതൊരു 10-15 ബാഗിൽ ഞാൻ നട്ടിരിക്കുന്ന പയറുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മൂട്, കുറഞ്ഞതൊരു 10 മൂട് പയർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് 1-8 ദിവസങ്ങളിൽ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 മാസത്തോളം, നമ്മളൊരു പയർ ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു 2-2.5 മാസത്തോളം നല്ല രീതിയിൽ തന്നെ നമുക്കതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ ഇത് നല്ല നീളൻ പയറാണ് ഞാൻ നട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടോ, നല്ല നീളം പയറാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വിത്ത് മേടിച്ചിട്ട് അത് മുളപ്പിച്ചാണ് ഞാൻ നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈബ്രിഡ് വിത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് തൈകൾ മേടിക്കാം. ചെറിയ ഫാമിൽ നിന്നൊക്കെ പോയിട്ട് തൈകൾ മേടിച്ച് നമുക്ക് ഇതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ പയറിൻ്റെ തൈ നട്ട് വളർത്താം. അപ്പോൾ ഞാനത് വിത്ത് മുളപ്പിച്ചാണ് നട്ടിരിക്കുന്നത്. ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിയിട്ട് കുതിർക്കണ്ട. ഒരു മണിക്കൂർ, 1-1.5 മണിക്കൂർ നമ്മളൊന്ന് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ ഇതൊരു 10-15 മിനിറ്റ് സ്യൂഡോമോണസ് ലായനിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതിനെ എടുത്തൊന്ന് നിരത്തി വെച്ചിട്ടാണ് അതൊന്ന് ആ വെള്ളം ഒന്ന് ആ സ്യൂഡോമോണസിൻ്റെ അതൊന്ന് കവറിങ് ആയതിന് ശേഷമാണ് ഞാൻ പാകി നടാറുള്ളത്. അപ്പോൾ ചെറിയ പോട്രയിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മേടിക്കുമ്പോൾ മുട്ട അടുക്കി വെച്ചിരിക്കുന്ന ട്രേ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ചകിരിച്ചോറ് നിറച്ച് നമുക്ക് നമ്മുടെ ഇതുപോലുള്ള പയറിൻ്റെയൊക്കെ വിത്തുകൾ നമുക്ക് മുളപ്പിക്കാൻ സാധിക്കും. നമ്മൾ ചാണകപ്പൊടിയും മണ്ണും അതുപോലെ തന്നെ കുറച്ച് ഇവിടെ കോഴിയുള്ളതുകൊണ്ട് കോഴിയുടെ വളവും ഇത് ഇത്രയും കൂടി ഇട്ടാണ് ഞാനിതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനകത്ത് അല്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അല്പം എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പ പിണ്ണാക്ക് ഇത് ഇത്രയും കൂടി ഇട്ടാണ് നമ്മൾ മണ്ണ് തയ്യാറാക്കി എടുക്കുന്നത്, വളങ്ങളിട്ട്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു നടുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ ബാക്കി ഇത്ര വളങ്ങളും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ വിത്ത് പാകി ഒരു 5 ദിവസമായി കഴിയുമ്പോൾ നമുക്ക് തൈ ഇതിനകത്തേക്ക് ഡയറക്റ്റ് പറിച്ചു വെക്കാം കേട്ടോ. നട്ടതിന് ശേഷം 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ പടർന്ന് കയറിയിട്ട് ചെറിയ പൂക്കളും കായ്കളും ഒക്കെ വരാൻ തുടങ്ങും കേട്ടോ. അത് നമ്മൾ ഈ കൊടുക്കുന്ന അടിവളം അനുസരിച്ചിരിക്കും നമ്മുടെ ചെടികളുടെ ഗ്രോത്തും ആ പൂക്കൾ ഫ്ലവറിങ് വരുന്നതും ഒക്കെ. അപ്പോൾ നല്ല രീതിയിൽ ആദ്യം തന്നെ അടിവളം ചെയ്ത് നമ്മൾ പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പന്തൽ കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനിത് ചെറിയൊരു പന്തലാണ് കേട്ടോ. നമ്മൾ കയർ വെച്ചുള്ള നമ്മുടെ ഈ നെറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ, വല, അത് മേടിച്ചിട്ട് അതാണ് നമ്മൾ ഈ പയറിന് ഇട്ടേക്കുന്ന പന്തലെന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അല്പം ഹൈറ്റിൽ നമ്മൾ നടക്കേണ്ട ഇടയിൽ കൂടെ നടക്കുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഒന്ന് പന്തൽ കെട്ടി കൊടുക്കുക. അതിൻ്റെ വെയിറ്റ് കാരണം ഈ ഇലകളും ഇതെല്ലാം കൂടി തണ്ടും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം ഇതൊന്ന് താഴും. അപ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ വേണം നമ്മൾ ആ പന്തൽ കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് നേരെയാണ് കെട്ടിയേക്കുന്നത്. ചിലർ വെർട്ടിക്കലായിട്ട് പന്തൽ കെട്ടാറുണ്ട്. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനകത്തുനിന്ന് കൂടുതലായിട്ട് നല്ലതായിട്ട് തോന്നിയത് ഈ രീതിയിൽ തന്നെ പന്തൽ കെട്ടുന്നതാണ് കേട്ടോ. പറിച്ച് നട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം തന്നെ ഞാൻ ചാരമാണ് നമ്മൾ ആദ്യം വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. ചെറുതായിട്ടൊന്ന് പടർന്ന് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ചാരം ഞാൻ പ്രധാനമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളൊരു വളമാണ് കേട്ടോ. അപ്പോൾ 2 പിടി ചാരം, എൻ്റെ കയ്യിൽ 2 പിടി ചാരം ഒരു ഗ്രോ ബാഗിനെന്ന രീതിയിൽ ഞാനിട്ട് നല്ല രീതിയിൽ വെള്ളം നനച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ചാണകത്തിൻ്റെ സ്ലറിയാണ്. ഞാൻ വളങ്ങളിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് മണ്ണ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതാണ് ഞാൻ ചെയ്യുന്നൊരു വള രീതി എന്ന് പറയുന്നത്. പിന്നെ പൂക്കാനും കായ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ കടലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കടല കൊണ്ട് വളം ഉണ്ടാക്കുന്നത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വളമാണ്. നിറച്ചും പൂക്കളും കായ്കളും ഉണ്ടാവാൻ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അത് ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെൻ്റെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമാണ്. അരിക്കായ കടലകൾ മാത്രം ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ കടലയൊക്കെ യൂസ് ചെയ്യാതെ മറന്നു പോയിട്ടൊക്കെ ഏതെങ്കിലും ഡബ്ബയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് കേടാവും. അതെടുത്ത് വെച്ചിട്ട് മാത്രമാണ് ഞാനത് കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് കടലപ്പിണ്ണാക്ക് എടുത്ത് വെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ചും നേർപ്പിച്ചും നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചാരം പ്രധാനമായിട്ട് ഇട്ട് കൊടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ മുഞ്ഞയുടെയും അതുപോലെ തന്നെ ചാഴി, പിന്നെ ഉറുമ്പ്, ഈ 3 പ്രശ്നമാണ് എനിക്ക് പ്രധാനമായിട്ട് നമ്മുടെ പയർ കൃഷിയിൽ അനുഭവപ്പെട്ടുള്ളത്. പിന്നെ കിളികളുടെ ശല്യം ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. മുഞ്ഞെന്ന് പറയുമ്പോൾ കറുത്ത് നമ്മുടെ പയറിലും തണ്ടിലും എല്ലാം വന്നിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആദ്യം മുഞ്ഞയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് തുടക്കത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഏത് കൃഷി ചെയ്താലും നമ്മൾ നല്ല രീതിയിൽ അതിനൊന്ന് നിരീക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഏതാണെന്ന് നമുക്ക് അതിന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴേ നമ്മുടെ ഈ തണ്ടിലെല്ലാം ചെറിയ മുഞ്ഞയുടെ അറ്റാക്ക്
ആദ്യം തന്നെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈ വെച്ചിട്ട് മുന്നേ കൊന്നു കളഞ്ഞിട്ട് നല്ല രീതിയിൽ സ്പ്രെയർ വെച്ചിട്ട് വെള്ളം വെച്ച് അടിച്ചതങ്ങ് കഴുകി മാറ്റി. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. മുന്നേ കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. പിന്നെ അത് ഒരുപാട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് കൈ വെച്ചിട്ട് മാറ്റാൻ പാടാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓമയ്ക്കയുടെ ഇല, പപ്പായയുടെ ഇല നമ്മൾ അരച്ചെടുക്കും യൂസ് ചെയ്യും. ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വേപ്പെണ്ണ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ടതിന് നല്ലപോലെ ഞെരടി വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് അരിച്ച് സ്പ്രേ ചെയ്യാം. മറ്റേ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രത്തോളം അതിൻ്റെ ഒരു സ്മെല്ല് ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് വല്ലാത്തൊരു ഒരു ചീഞ്ഞ സ്മെല്ലാണ് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ വരുന്നത്. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ അത്രത്തോളം വരത്തില്ല. രണ്ടും ഒരുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള കീടനാശിനിയാണ് കേട്ടോ. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേപ്പെണ്ണയാണ്. അപ്പോൾ അത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ ചെടികളിൽ വേപ്പെണ്ണ അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇത് രണ്ടാണ് ഞാൻ എൻ്റെ പയറിൽ നൽകുന്ന കീടനാശിനികളെന്ന് പറയാനായിട്ട്. അപ്പോൾ അത് ഞാൻ പല മരുന്നുകളും ടെസ്റ്റ് ചെയ്തിട്ടും ചാഴിയെ നമുക്ക് അധികമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇലകൾക്കടിയിലാണ് കേട്ടോ ഇത് മുട്ടയിടുന്നത്. വെളുത്ത കുഞ്ഞു മുട്ടയാണ്, മണി പോലെ ഇരിക്കുന്ന കുഞ്ഞു മുട്ടകളാണ് നമ്മുടെ ഈ ചാഴിയുടെ എന്ന് പറയുമ്പോൾ. ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് കണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചാഴിയുടെ മുട്ട തിരഞ്ഞു പിടിച്ച് നമുക്ക് നശിപ്പിച്ച് കളയാൻ ഒന്നുകിൽ, അല്ല എങ്കിൽ ഈ ചാഴി നമ്മൾ നല്ല രീതിയിൽ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഈ പയറിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ഇരിക്കുന്ന കാണാൻ സാധിക്കും. ഈ നീര് ഊറ്റി കുടിക്കാനാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ കൈയോടെ നമുക്കെടുത്ത് കൊന്നു കളയാന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ല വേറെ ചാഴിയെ പറ്റിയിട്ടുള്ള വേറെ മാർഗ്ഗങ്ങളൊന്നും ഞാൻ പ്രയോഗിക്കാറില്ല. ഇതാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ കുഞ്ഞ് പൊടിച്ചാഴികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിറക് വെച്ചിട്ടുണ്ടാവില്ല. അത്യാവശ്യം വലിയ ചാഴിക്കാണ് നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് പറന്നു പോകുന്നത്. അപ്പോൾ കുഞ്ഞിതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പം പ്രധാനമായിട്ട് ഈ ചാഴിയുടെ മുട്ട ഉണ്ടെങ്കിൽ അത് തിരഞ്ഞു പിടിപ്പിച്ച് തന്നെ നമുക്ക് ആദ്യം തന്നെ നശിപ്പിച്ച് കളയാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ പയറിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന കീടനാശിനികളും അതുപോലെ തന്നെ വളപ്രയോഗങ്ങളും. അപ്പോൾ ഈ രീതിയിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നിങ്ങളുടെ പയറിൽ, നിങ്ങൾക്ക് വീട്ടിൽ പയറില്ല എങ്കിൽ നമ്മൾ ഒരു 10 മൂട് പയർ, 2 മൂട് പയർ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. കുറഞ്ഞതൊരു 10 മൂട് പയറിട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിലൊരാവശ്യത്തിന് 1.5 വട്ടം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പയറിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പയറിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.